അതിൽ ചെറിയൊരു പെരിയാവുമ്പോഴേക്ക് തറവാട്ടിൽ പാർക്കണ വാപ്പാനും ഉമ്മാനെയും കണ്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. യോഗ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം. യോഗ്യതയുണ്ടോ അംഗീകരിക്കപ്പെടും. അപ്പം ഉമ്മാനും അപ്പാപ്പാനും നോക്കുക എന്നതാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത. നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മളെ ഉമ്മാനും അപ്പാനും നോക്കാത്തതുകൊണ്ടാണ്. വേറെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മക്കൾ നന്നാവണമെങ്കിൽ 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. കുറേ കാര്യങ്ങൾ ചെയ്യണം. 4 പ്രത്യേകമായിട്ടും ചെയ്യണം. 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ചെയ്യണം. ഇവിടെ നമുക്ക് ഒരുപാട് പദ്ധതികൾ SKSFന്റെ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. തർബിയ എന്ന പേരിൽ രക്ഷിതാക്കൾക്ക് വേറെ ക്യാമ്പ്, കുട്ടികൾക്ക് വേറെ ക്യാമ്പ്, സ്ത്രീകൾക്ക് വേറെ ക്യാമ്പ്, നല്ല നല്ല പ്രവർത്തനങ്ങൾ. എല്ലാം നല്ല കാര്യമാണ്. എല്ലാം നല്ല കാര്യം, എല്ലാം ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഇത്രയും ആൾക്കാർ, തായും കുറച്ച് ആൾക്കാരെ കാണാണ്ട് ഇത്രയും സമയം ഇവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. സാധാരണ അങ്ങനെ ഇരിക്കലില്ല. ഞാൻ എന്ത് വീരവാദം പറഞ്ഞാലും ആൾക്കാർ നീച്ച പോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇരിക്കണമെന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അത് സംഘാടകരുടെ ഏറ്റവും വലിയ വിജയമാണ്. അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിൻ്റെ സംഘാടകർ ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹലിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നോട്ടീസൊന്നും അല്ലാതെയും ഒക്കെ അറിയാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്താലേ കുട്ടികൾ നേരാവുള്ളൂ. കുറേ കാര്യങ്ങൾ പറയണം. 4 ഞാൻ പറയാണ്, ചുരുക്കി ഇങ്ങനെ പറഞ്ഞാൽ 4 പറയണം. 1, ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക. നല്ല മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത്. ഈ 4 എന്തായാലും ചെയ്യും നിങ്ങൾ ഉറപ്പിച്ചാൽ കുട്ടികൾ നേരാവും. 1, ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക. ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളാരും കുട്ടികളെ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയതല്ല, കുടുങ്ങിയിട്ട് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല. പെണ്ണുങ്ങൾക്ക് പള്ളയിലുണ്ടായപ്പോൾ മൂപ്പര് അസർക്കാരം കഴിഞ്ഞിട്ട് സുലൈമാനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പീടിക്ക് പോവുകയാണ്. പീടിയിൽ ഇങ്ങനെ ചായക്ക് ഓർഡർ ചെയ്ത് പരിപ്പടി ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ വരുന്നുണ്ട്. അബ്ദുറഹ്മാനോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നു കേട്ടോ, ഈ മാസം പെണ്ണിന് കുളി ഉണ്ടായിട്ടില്ല. നമ്മളെ കുട്ടികളെ ആഗ്രഹിച്ച് കിട്ടിയതല്ല, പറ്റിച്ചിട്ട് കിട്ടിയതാണ്. ഓരോരുത്തർ അവനെ മനസ്സൊന്നിങ്ങനെ നോക്കുക എന്നുള്ള അതിനെ പറഞ്ഞതിൻ്റെ. കല്യാണം കഴിഞ്ഞേക്കാൻ ആയതിനെ തീരുമാനിക്കും 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ട. ഫസ്റ്റത്തെ തീരുമാനം അതാണ്. ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. സൽക്കാരൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതി. ആദ്യത്തെ തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ട എന്നാണ്. അള്ളാൻ്റെ ദുന്യാവിലും മനുഷ്യനല്ലാത്ത വേറൊരു ജീവിയും കുട്ടികളുണ്ടാവരുതേ എന്ന് കരുതി ഇണ ചേരൂല. മനുഷ്യനെന്ന ഇരുക്കാലി ജന്തു മാത്രമേ കുട്ടികളുണ്ടാവരുതേ 3 കൊല്ലത്തിന് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇണ ചേരാറുള്ളൂ.